ഒരു കൗതുകകരമായൊരു കാര്യം ഞാൻ പറയാം. പലർക്കും അത് മലപ്പുറത്ത് പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന് ഒരു കൗൺസിലർ പോലും ആ മുനിസിപ്പാലിറ്റിയിലില്ല. എന്തുകൊണ്ട് അങ്ങനെയെന്ന് അറിയാം? ആര്യാടൻ മുഹമ്മദിൻ്റെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് CPM-നോട് ഏറ്റുമുട്ടി നിന്ന ഒരു കോൺഗ്രസ് മാത്രമല്ല, അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടി നിന്ന കോൺഗ്രസ്സാണ്. മുസ്ലിം ലീഗും ആര്യാടൻ മുഹമ്മദും ഒരിക്കലും നല്ല ടേംസിലായിരുന്നില്ല. ആ ഒരു ലെഗസി അവിടെ ഉണ്ട്. ആര്യാടൻ മുഹമ്മദിന് CPM-മാരുടെയും വോട്ട് കിട്ടാറുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു എന്താ പറയുക, ഒരു അമാന്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അതിലും ഇതൊരു ഘടകമാണ്. കാരണം ആ ഒരു ലെഗസിയിൽ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ഉള്ളത്. കാരണം പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള പ്രസ്താവനകൾ, അദ്ദേഹം തന്നെ നേരത്തെ എടുത്തിട്ടുള്ള സിനിമകൾ, അതിലുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വെച്ചുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത അപൂർവമായൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് സർവാത്മന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിലമ്പൂരിൽ, മലപ്പുറത്തുണ്ടാകാം, പക്ഷേ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇത്രയും സജീവമായി ആത്മാർത്ഥമായി ഉശിരോടുകൂടി പ്രചാരണ രംഗത്തിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധേയമായൊരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റികൾ ദുർബലമാണ്. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ സംഘടനാപരമായി വളരെ ശക്തമാണ്, പഞ്ചായത്തുകളിലത് വളരെ ശക്തമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണ നമുക്കറിയാം മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണ രംഗത്ത് അവരുടെ സംഘടനാ രീതികൾ അതൊക്കെ ഒരുപക്ഷെ ഒരു വേള CPM-നോടൊപ്പം കിടപെടക്കുന്ന ഒത്തുപോകുന്ന സംഘടനാ രീതികളുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അതാണ് ഇത്തവണ UDF-ന് മറ്റേത് ഘടകത്തെക്കാളും വലിയൊരു അപ്പർ ഹാൻഡ് നൽകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഇതിലെ വിജയപരാജയങ്ങൾ 2026 നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാവും. അതുകൊണ്ട് ഇനിയും ഒരു മൂന്നാം ഭരണം പിണറായി വിജയന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൂന്നാം തവണയും മുസ്ലിം ലീഗ് പുറത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇത് വിജയിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം മാത്രമല്ല ഓരോ പ്രാദേശിക പ്രവർത്തകനും ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമുക്കവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് UDF-ൻ്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് നിലമ്പൂരിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും സജീവമായിട്ടുള്ള സാന്നിധ്യവും ഇടപെടലുമാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടെലിവിഷനിൽ കാണുന്ന വിവാദങ്ങൾ അത് ഫീൽഡിൽ അത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CPM ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിലെടുത്ത ആയുധമാക്കി, ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നൊരു വിഷയമാണ്. അപ്പോൾ കൃത്യമായി രാവിലെ എഴുന്നേറ്റ് പല്ല് തേപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറയുക എന്നുള്ളതിലേക്ക് LDF-ൻ്റെ CPM-ൻ്റെ നേതൃത്വം മൊത്തത്തിൽ മാറി. പിണറായി വിജയനും ഗോവിന്ദൻ മാഷും സ്ഥാനാർത്ഥിയും എല്ലാവരും ഒരേ കാര്യമാണ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം അത് നമ്മൾ മനസ്സിലാക്കണം, അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക, RSS-മായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക. ജമാഅത്തെ ഇസ്ലാമി ഒരു ദിവസം എത്ര തവണ വിമർശിച്ചു? ഈ മൊത്തം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ RSS-നെ എത്ര തവണ വിമർശിച്ചു എന്ന് നോക്കി RSS-നെ കുറിച്ചൊന്നും പറയുന്ന പോലുമില്ല. അങ്ങനൊരു വാക്ക് ഏതെങ്കിലും ഒരു CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കി. ഈ തെരഞ്ഞെടുപ്പിന് കാരണമായത് എന്താണ്? പോലീസ് RSS-കാരുടെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ MLA ഇറങ്ങിപ്പോകുന്നതാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പോലും RSS-നെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ദിനചര്യ എന്ന പോലെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കും. കാരണം ഇത് ഒരു ഇരട്ട സമീപനമാണ്. RSS-നോട് മൃദു സമീപനം സ്വീകരിക്കുകയും CPM തന്നെ ചെറിയൊരു സംഘടന എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വലിയൊരു ഈവിൾ ഡീമണായിട്ട് മുൻനിർത്തി വൻതോതിലുള്ള ക്യാമ്പയിൻ അത് നടത്തുകയും ചെയ്യുന്നത് അത് കൗണ്ടർ എഫക്റ്റേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് CPM അതിനെ കാണുന്നത് ഒരു ലാർജർ പെർസ്പെക്റ്റീവായിരിക്കും. ഒരു 2021 മുതൽ സ്വീകരിച്ചു വരുന്നൊരു ലൈനുണ്ട്, ഈ പറയുന്ന ഹിന്ദു ഏകീകരണം
ഒരു മുസ്ലിം ഭീതി സൃഷ്ടിച്ച് ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം സൃഷ്ടിക്കുക എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ കുഞ്ഞാലിക്കുട്ടി എന്താണ് അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യം എന്ന കുപ്രസിദ്ധമായ ആ ഒരു ഇക്വേഷൻ മുതൽ തുടങ്ങിയ ഒരു സംഗതിയാണ്. അത് നിലമ്പൂരിൽ അപ്ലൈ ചെയ്യാനായിരിക്കും CPM ശ്രമിക്കുന്നുണ്ടാവുക. അത് വിജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. സ്വരാജ് എന്ന് പറയുന്നത് അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ആ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സംസാരവും പിന്നെ ആ ഒരു കരിസ്മയുള്ള ഒരാളാണ്. പ്രവർത്തകരും വലിയ ആവേശത്തിൽ ആ സ്ഥാനാർത്ഥിത്വം എടുത്തിട്ടുണ്ട്. പക്ഷെ അതേസമയം കാണേണ്ടത് ഏത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻകംപെൻസി എന്നുള്ളതാണ്. ആരാണോ ഭരണത്തിലുള്ളത് അവർക്കെതിരെ വിധി ചെയ്ത്, അത് UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF, ആൻറ്റി ഇൻകംപെൻസി എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സാമാന്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ അതും ഈ പറയുന്ന മണ്ഡലത്തിലെ ഇപ്പോഴത്തെ UDFൻ്റെ ഒരു കഹസീവായിട്ടുള്ള ഒരു സ്റ്റാച്ചറും മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യവും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ UDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.